ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കൊടുക്കാം. ഇന്ന് നിഫ്റ്റി ഇടിവാണ് കാണാൻ സാധിച്ചത്. 86 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 24,032 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് 331 പോയിൻറ്റ്സ് കുറഞ്ഞ് 54,547 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 104 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 60,264 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ് 18182 ക്ലോസ് ചെയ്തപ്പോൾ 49 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 17.90 സെൻസെക്സ് 77,017 ക്ലോസ് ചെയ്തപ്പോൾ 251 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. ഇന്നത്തെ സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി റിയാലിറ്റി മാത്രം ഓൾമോസ്റ്റ് 1.41% ഫോൾ കാണാൻ സാധിച്ചു. നിഫ്റ്റി ഓട്ടോ 164 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 26,192 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 4990 ക്ലോസ് ചെയ്തപ്പോൾ 19 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 97 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 25,716 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി FMCG 327 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 51,593 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 23 പോയിൻറ്റ്സ് ഉയർന്ന് 15,095 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഇൻഫ്ര 27 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 9443 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 31 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 29,107 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1,449 ക്ലോസ് ചെയ്തപ്പോൾ 1 പോയിൻറ്റ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ 16 പോയിൻറ്റ്സ് ഉയർന്ന് 12,989 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 32 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 11,700 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫാർമ 93 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 23,568 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 16 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 8439 ക്ലോസ് ചെയ്തു. ആൻഡ് നിഫ്റ്റി റിയാലിറ്റി 11 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. 801 ക്ലോസ് ചെയ്തു. ഈ ആഴ്ച നിഫ്റ്റി ആകെ 35 പോയിൻറ്റിൻ്റെ ഉയർച്ചയാണ് കാണാൻ സാധിച്ചത്. 0.15% റാലി നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തിന് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 24,032 നിൽക്കുമ്പോൾ 8.02% ലോസാണ് നിഫ്റ്റി 50 ഈ വർഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 കഴിഞ്ഞ 12 മാസത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 31 മെയ് 2025 24,750 ആയിരുന്ന നിഫ്റ്റി ഇന്ന് 24,032 നിൽക്കുമ്പോൾ 2.90% ലോസാണ് കഴിഞ്ഞ 12 മാസമായിട്ട് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,380 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,621 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ M&M 3.36% റാലി നടത്തി. അൾട്രാടെക് സിമെന്റ് 1.74% റാലി നടത്തി. നെസ്ല ഇന്ത്യ 1.42%. പിന്നെ ബജാജ് ഫിൻസർ 1.37%, ഹിൻഡാൽകോ 1.15%, HDFC ലൈഫ് 0.98%, ബജാജ് ഫിനാൻസ് 0.88%, ഇൻഫോസിസ് 0.83%, HUL 0.78% ആൻഡ് ഗ്രാസിം 0.54% റാലി കാണാൻ സാധിച്ചു. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ജിയോ ഫിനാൻസ് 1.70% ഫോളോ കണ്ടു. ICICI ബാങ്ക് 1.53% ഫോളോ നടത്തി. കോൾ ഇന്ത്യ 1.53%, ഇറ്റേണൽ 1.36%, ടെക് മഹീന്ദ്ര 1.32%, ഡോക്ടർ റെഡ്ഡി 1.24%, ആക്സിസ് ബാങ്ക് 1.21%, ഭാരതി എയർടെൽ 1.15%, മാരുതി സുസുക്കി 1.13% ആൻഡ് L&T 1.13% ഫോളോ കാണാൻ സാധിച്ചു. ഇതൊരു ബയോസിലെ റെക്കമെൻഡേഷൻ അല്ല. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ ഇന്ത്യയിൽ നിന്ന് S&P ഗ്ലോബൽ സർവീസസ് PMI ഡേറ്റ 6th മെയ്ക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ USA നിന്ന് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രി ഡേറ്റ നാളെ USA നിന്ന് വരുന്നുണ്ട് May 6th. ഇതാണ് ഇന്നത്തെ പ്രധാനമായ ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.